പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരിനടുത്തുള്ള നമ്മുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഡോർ ചെയ്തേക്കുന്നത് പെട്ര ബ്രാൻഡിലുള്ള സ്റ്റീൽ ഡോറാണ്. 120 വിഡ്ത്തിലാണ് നമ്മൾ ഡബിൾ ഡോറായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു ഫുൾ ലെങ്ത് വലുപ്പത്തിലുള്ള ഹാൻഡ് റെയിലിൽ 2 സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വുഡ് ഫിനിഷിങ്ങിലുള്ള സ്റ്റീൽ ഡോറാണെന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു പെട്രയുടെ ഒരു ഡോറാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ലിവിങ് ഏരിയ. ഈ ഏരിയയിൽ നമ്മൾ ഒരു TV യൂണിറ്റ്, സോഫ സെറ്റ്, ഇത് രണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് സെറ്റ് ചെയ്തേക്കണേ. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് തന്നെ നമ്മളത് ആ ഇൻറ്റീരിയറിൻ്റെ ഒരു ഗ്രേ വൈറ്റ് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഗ്രേ നമ്മൾ ന്യൂട്രലായിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഡാർക്ക് ഗ്രേ ഒരു തീമല്ല, ഒരു ന്യൂട്രൽ ഗ്രേ തീമിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ബ്ലൈൻഡ്സ് ആയാലും കർട്ടൺ ബ്ലൈൻഡ്സ് ആയാലും ഒരു ഗ്രേ തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു TV യൂണിറ്റ്, ആ TV യൂണിറ്റിന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രേയുടെ ഒരു ഫുൾ വാളിൽ നമ്മൾ ഗ്രേ കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ചെറിയൊരു നിഷും കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൾട്ടിവുഡിൻ്റെ ഡിസൈൻസിൻ്റെയും ഒരു പോർഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വൈറ്റ് തീമിൻ്റെ ഒരു പ്ലസൻറ്റ് ഫുള്ളായിട്ട് ഈ വീട്ടിലുണ്ട്. അപ്പോൾ അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോറും ചെയ്തേക്കുന്നത്. 4x2 വലുപ്പത്തിലുള്ള ഒരു വൈറ്റ് കളർ തീമിലുള്ള മാർബിൾ ഡിസൈനുള്ള ഒരു ഫ്ലോറാണ് നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലും അതുപോലെ ഫുള്ളായിട്ട് 2 ബെഡ്റൂമിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു മെയിനായിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു കബോർഡ്, റൈറ്റ് സൈഡിൽ നമ്മളൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വിഗ്രഹങ്ങളിൽ ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിൽ ഒരു ഗ്രേ ഷെയ്ഡ്, നമ്മൾ ന്യൂട്രൽ ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാണാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ളി വൈറ്റ് തീമിൽ തന്നെയാണ് ഈ ഒരു വീടും അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയും മെയിനായിട്ട് നിൽക്കണ. കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നുമില്ല, ഒക്കെ ന്യൂട്രൽ കളേഴ്സാണ്. കൂടുതൽ വുഡിൻ്റെ തീമോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ബ്രൈറ്റ് തീം അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫിനിഷിങ്ങിൽ വേണം എന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്.
ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ടാണ് ഈ വീടിന്റെ പൂജ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അന്ന് ആ ഡൈനിങ്ങിലേക്ക് വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ആവാത്ത രീതിയിലാണ് ആ ഒരു കോർണർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡോറ്, പൂജ ഏരിയയുടെ ഡോറ് നമ്മൾ അലുമിനിയം പ്രൊഫൈലിൽ ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട്, അക്രലിക് ഫ്ലൂട്ടഡ് പാനലിലൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഡോറ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു ഏരിയ ആണ്, പൂജ റൂം എന്ന് പറയാം, പൂജ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ചെറിയ ഏരിയ ആണ്. അവിടെ നമ്മൾ സ്റ്റാച്ചു, ഒരു ചെറിയൊരു കബോർഡ്, സ്റ്റാച്ചുവിന് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടി ബാക്കിൽ ഒരു ചെറിയൊരു വാൾ പാനലിങ്, ഈ രീതിയിലാണ് ഇതിന്റെ പൂജ ഏരിയ നമ്മൾ ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ പാഷ്യോ ഏരിയ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷ്യോ ഏരിയ ആണ്. ഞാനൊരു കുറച്ച് മുമ്പ് പോയ ഒരു മലേഷ്യൻ യാത്രയിൽ കണ്ട ഒരു വീടിൻ്റെ ഒരു പാഷ്യോ കണ്ടിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ കൂടിയൊരു തീമാണ് ഒരു വൈറ്റ് തീമിൽ ഒരു പാഷ്യോ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു തീം ഇപ്പോൾ ഈ വീടിനൊരു വരച്ച് വന്നപ്പോൾ യോജിച്ചപ്പോൾ ഞാൻ ആ ഒരു തീം വെച്ചിട്ടാണ് ഈ ഒരു പാഷ്യോ ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത്. ഫുള്ളി വൈറ്റ് തീമിൽ പ്ലസ് ഗ്രീനറിക്ക് വേണ്ടി പ്ലാന്റ്സും, അങ്ങനെ 2 തീമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഒരു സിംഗിങ് ചെയറും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സിംഗിങ് ചെയർ, അതിനും 3 സൈഡിൽ കൈവരിക്കുള്ള ഒരു സിംഗിങ് ചെയറും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം. ഇപ്പം നമ്മൾ ഈ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ തീമിലാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ മെയിനായിട്ടൊരു കോട്ട് 180 വിഡ്ത്തിലുള്ള ഒരു കോട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വാളിൽ നമ്മൾ കുറച്ച് പാനൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ അതിൻ്റെ സീലിങ്ങിലും ഒരു ഗ്രീനിൻ്റെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വൈറ്റ് ഗ്രീൻ ലൈൻ ആയതുകൊണ്ട് വളരെ ന്യൂട്രൽ കളേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കളേഴ്സ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിട്ടില്ല. ആ ഗ്രീൻ വൈറ്റ് ആ ബേസിൽ തന്നെ ഈ ബെഡ്റൂം ഫുള്ളായിട്ട് നമുക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു ബെഡ്റൂമുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമ്മൾ ബാബിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ബെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ബാബിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 7 ഫീറ്റ് ലെങ്ത്തും പിന്നെ ഒരു 2 ഫീറ്റ് വിഡ്ത്തിലുമാണ് ഈ ബാബിൻ്റെ നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ റൂമുകളിൽ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരിക്കാനും അതേപോലെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനും എന്തായാലും ഈ റൂമിന് ഒരു മെയിൻ അട്രാക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീടിൻ്റെ എല്ലാ റൂമിലും ബാബിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാബിൻ്റെ നമ്മളൊരു കർട്ടൻ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറർ, പിന്നെ ചെറിയ അതിനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാനൽ, പിന്നെ 2 ഡ്രോവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മിററിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇപ്പോൾ ക്ലയൻസിൻ്റെ ബ്യൂട്ടി ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റാക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വിസിബിലിറ്റി ആവാത്ത രീതിയിൽ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ചെയ്തേക്കണേ. ആ മിററിന് ആ ഒരു ലൈറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടി മുകളിലൊരു ലൈറ്റ് പോയിന്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിൻ്റെ ടോയ്ലറ്റ് സെക്ഷൻ നിൽക്കുന്നത്. ഈ ടോയ്ലറ്റ് സെക്ഷൻ നമ്മൾ ഡ്രൈ വെറ്റ് ഏരിയ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ടോയ്ലറ്റിൻ്റെ സീലിങ്ങിൽ നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഷവർ സെറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ നിന്നൊരു റെയിൻ ഷവർ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഷവർ ഏരിയയാണ് നമ്മൾ മുകളിൽ ഈ ഒരു ബാത്റൂമിൽ നമ്മൾ ചെയ്തേക്കുന്നത്. 4x2 വലുപ്പത്തിലുള്ള ടൈൽസാണ് നമ്മൾ ചുമരുകളിലൊക്കെ ചെയ്തേക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും എളുപ്പം ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിലാണ് കിച്ചണിൻ്റെ പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അലുമിനിയം പ്രൊഫൈലിലാണ് കിച്ചണിൻ്റെ കബോർഡ്സൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ടോപ്പാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. വുഡ് ഹോബ്, പിന്നെ ഫിൽറ്റർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഇതൊക്കെ എല്ലാം അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചണാണ്. നമ്മളിവിടെ മൾട്ടിപർപ്പസ് സിങ്കാണ് ചെയ്തേക്കുന്നത്. മൾട്ടിപർപ്പസ് സിങ്കിൻ്റെ മുകളിലായിട്ട് തന്നെ പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു GTPT കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഏരിയയുടെ ഒരു സൈഡ് പോർഷനിലാണ് നമ്മൾ ഈ വീടിൻ്റെ മെയിൻ വാഷ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഏരിയ നമ്മൾ ഒരു വൈറ്റ് ഗ്രേ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ, പിന്നെ അതിന് ഒരു ഹാഫ് റൗണ്ട് മിറർ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാർബിൾ ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ WPCയിലാണ് ഇതിൻ്റെ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വീടിൻ്റെ ഇൻവെർട്ടർ സെക്ഷനുകളൊക്കെ കൊടുത്തേക്കുന്നത്. പൊസിഷനും അതൊക്കെ കണക്ഷനൊക്കെ ഈ ഇൻവെർട്ടറിൻ്റെ സെക്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്റ്റെയർ ഏരിയ നമ്മൾ ഒരു മുകളിലേക്ക് ഒരു സെപ്പറേറ്റ് ഏരിയ, ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു സെപ്പറേറ്റ് പോർഷനായിട്ടാണ് നമ്മൾ സ്റ്റെയർ ഏരിയ ഇവിടെ ചെയ്തേക്കുന്നത്. സ്റ്റെയർ ഹാൻഡിൽ നമ്മൾ ചെയ്തേക്കുന്നത് GIയിൽ വുഡിൻ്റെ മുകളിൽ ഒരു വുഡിൻ്റെ പാനൽ കൊടുത്തിട്ടാണ്. നമ്മൾ ഗ്രേ കളർ പെയിൻ്റാണ്, ലൈറ്റ് ഗ്രേ കളർ പെയിൻ്റാണ് ഹാൻഡിലിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ ഏരിയയ്ക്ക് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു വാളിലൊരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് സൈസ് വിൻഡോ ഫുൾ വിഡ്ത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ട് അതിനൊരു ഷട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഭംഗി കിട്ടാൻ വേണ്ടി GIയിൽ തന്നെ നമ്മൾ ചെറിയൊരു ലൈറ്റായിട്ടൊരു ഡിസൈനാണ് അതിൻ്റെ ഗ്രില്ലിന് നമ്മൾ കൊടുത്തേക്കുന്നത്. മുകളിലത്തെ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർസൊക്കെ നമ്മൾ WPCയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു ലൈറ്റ് കളർ ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ഡോർസ് കൊടുത്തിട്ട് ബ്ലാക്ക് ലൈൻസ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. മുകളിലെ 2 ബെഡ്റൂം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. വേറെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും നമ്മൾ മുകളിലെ ബെഡ്റൂം ചെയ്തിട്ടില്ല, 2 എണ്ണം. അപ്പോൾ ആ ഒരു ബെഡ്റൂമിൽ നമ്മളൊരു ബാവിൻഡോ നിങ്ങൾക്ക് കാണാം, ബാവിൻഡോ. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് മുകളിലെ ഒരു ബെഡ്റൂംസ് 2 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ബാൽക്കണി ഏരിയയിൽ നമ്മൾ ഇതുപോലെ തന്നെ കോമൺ ഏരിയയിൽ ഇട്ട എല്ലാ 4x2 ടൈപ്പിലുള്ള ടൈൽസ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. ബാൽക്കണി ഏരിയയുടെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ ഹാൻഡിൽ നമ്മൾ GI വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റിങ്ങും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. കിഡ്സ് ബെഡ്റൂമാണ്. അതായത് നമ്മുടെ ഈ വീടിൻ്റെ ഓണർക്ക് ഒരു മകളുണ്ട്. ആ മകളുടെ ബെഡ്റൂമാണ്.
8 years old ഐ തിങ്ക്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മളൊരു പിങ്ക് കളറിൽ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വാളിൽ നമ്മളൊരു വെയിൻസ്കോട്ട് പാനൽ വെച്ച് ഒരു ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ തന്നെ ആർട്ടിസ്റ്റിനെ വെച്ച്, നമ്മുടെ കമ്പനിയിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ വരച്ചതാണ്. അമൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ ഇത് വരച്ചതാണ്. ഇതിൻ്റെ ഒരു ഗ്രാസിൻ്റെയൊക്കെ ഒരു തീം നമ്മൾ വരച്ചതാണ്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി 2 ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് നവീൻ. ഞാൻ മാൾട്ടയിൽ 6 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇതെൻ്റെ വൈഫ് അഞ്ജലി, ഇതെൻ്റെ മൂത്ത മോൾ ഇഷാനി, രണ്ടാമത്തെ മോള് ഇനാര. വീട് പണി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പം അങ്ങനെ വീട് പണിയെന്ന ഉദ്ദേശത്തോടെ നടക്കുമ്പോൾ അങ്ങനെയാണ് ഒരു 15 സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിലേക്ക് വന്നുപെട്ടത്. മോളുടെ കൂട്ടുകാരിയുടെ ഒരു റിലേറ്റീവാണ് സനൂപിനെ കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് സനൂപായിട്ട് ഒരു കോൺടാക്റ്റ് കിട്ടുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത്. എല്ലാം ഭയങ്കര എന്താ പറയുക, ഒരു നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയായിരുന്നു പുള്ളി നമുക്ക് ഒരു വീടായിട്ട് തന്നത്. നമ്മളൊരു മഴക്കാലത്താണ് തറപ്പണി സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പം നമ്മൾ വീട് പണി പൂർത്തിയാക്കി. അധികം കളറുകളൊന്നും ഇല്ലാതെ ഒരു വൈറ്റ് കളർ തീമിലുള്ള ഇൻറ്റീരിയറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പ്ലാൻ വരച്ചതുപോലെ തന്നെ വൈറ്റ് കളറിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ പേഷ്യു ആണ്. ഇവിടെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. ഇതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫോർവേഡ് ലുക്ക് ചെയ്തൊരു സംഭവം ഈ വീട്ടിലെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് റൂമാണ്. നമുക്കൊരു റിലാക്സേഷൻ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പേഷ്യു ആണ്. പേഷ്യുവിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ഫ്രം സനൂപ് ബാബു.